ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് ഗോവ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗോവയിൽ നിന്ന് തന്നെയാണ്. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് ഏർലി മോർണിംഗ് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് പോവുകയാണ്. ബൈ റോഡ് നമ്മൾ ടാക്സി വഴിയാണ് പോകുന്നത്. ഇത്ര രാവിലെ 4 മണിക്ക് ആയതുകൊണ്ട് ടാക്സി ഫെയർ കുറച്ച് കൂടുതലാണ് കേട്ടോ. 1800 രൂപയാണ് നമുക്ക് അഞ്ജുന ബീച്ചിൽ നിന്ന് മോപ്പ, അതായത് മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്ന ചാർജ് വരുന്നത്. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് അന്നേരം അവിടെ വരെ ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ പോയി. നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ തന്നെ ഒരു വിജയണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ് കേട്ടോ. ആളിലേക്ക് നമ്മൾ ഗോവയിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അപ്പം നമ്മളിപ്പം ഡയറക്റ്റ് പോകുന്നത് മൂപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഗോവയിലെ 2ാമത്തെ എയർപോർട്ടാണിത്. കുഞ്ഞ് എയർപോർട്ടാണ്, അത്ര വലിയ എയർപോർട്ടല്ല. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എയർപോർട്ടിലെ കാര്യങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എയർപോർട്ടിൻ്റെ എൻട്രി ഗേറ്റ് മുതൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ വരെ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. കാരണം കുറേ ചെക്ക് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഫൈനലി നമ്മളുടെ അറൈവൽ അല്ലെങ്കിൽ ഡിപ്പാച്ചർ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ടേജ് ആണ് നമുക്ക് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നത്, ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരെയാണ് വണ്ടികൾ വരിക. നമ്മളിപ്പോൾ പേഴ്സണൽ വണ്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വിട്ടിട്ടാണ് അവർ പാർക്കിങ്ങിലോട്ട് പോകുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് എയർപോർട്ടിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് കാര്യങ്ങളൊക്കെ. നമ്മൾ ടാക്സീൻ്റെ ഫെയർ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യും. ഗോവേൻ്റെ ഒരു ആംബിയൻസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അത്രയും നല്ല ആപ്റ്റായിട്ടുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ ഇത്. കാരണം ഇവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ്, ചുമര് കാര്യങ്ങൾ, അതുപോലെ ഡിസൈൻസ്, ഈവൻ ഷോപ്സ് പോലും അതിനോട് നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്സ് വരുത്തിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കൺഫ്യൂഷൻ നമുക്ക് എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ബേസിക്കലി എയർപോർട്ടിൻ്റെ കൺഫ്യൂഷൻ ആർക്കും വേണ്ടി വരില്ല. കാരണം അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നമുക്ക് എൻട്രീൻ്റെ അവിടെ തന്നെ നമുക്ക് നമ്മുടെ പ്രൂഫും അതുപോലെ ടിക്കറ്റും കാണിച്ചിട്ട് ഉള്ളിൽ കയറാൻ കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ എൻട്രൻസിനകത്തേക്ക് വരാം. പിന്നെ നമുക്ക് ബോർഡിംഗ് ടൈം തുടങ്ങാൻ കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ 7:20 ഫ്ലൈറ്റ്, 5:20 ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തത് വെച്ചാൽ ഇത്ര രാവിലെ നേരത്തെ എത്തിയോണ്ട് നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് കോഫി 150 എന്ന് കണ്ടിട്ടാണ് പോയത്. പക്ഷേ അവർ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഭയങ്കര റേറ്റാണ് എന്ന്. പിന്നെ ഇത് അവിടുത്തെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ബോർഡിങ് കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് ടൈം എയറിൽ പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ ബോർഡിങ് കഴിഞ്ഞ് നമ്മളവിടെ ടിക്കൊന്നുമില്ല, ടിക്കറ്റും നമ്മുടെ പ്രൂഫും കാണിച്ചു കഴിഞ്ഞാൽ ബോർഡിങ് കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകാം. പിന്നെ ഇവിടുത്തെ എന്തൊക്കെയാണ് എയർപോർട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് ബാഗേജിൽ എന്തൊക്കെ പറ്റും, അതുപോലെ ഹാൻഡ് ബാഗിൽ എന്തൊക്കെ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരാൾക്ക് 15 കിലോ ബാഗേജും 7 കിലോ ഹാൻഡ് ബാഗിലും കീപ്പ് ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പം അഗട്ടിയിലോട്ട് പോകുന്ന ഫ്ലൈറ്റിലേക്ക് ഉണ്ട്. നമ്മൾ ഗോവ ടു അഗട്ടിയാണ് ഫ്ലൈ ചെയ്യുന്നത്. ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളിവിടെ പോകുന്ന സമയത്ത് നമ്മളെ ഫിസിക്കൽ, അതായത് നമ്മുടെ ദേഹത്തുള്ള ബെൽറ്റ് കാര്യങ്ങൾ, അതേപോലെ ഫോൺ, ഇതെല്ലാം നമ്മൾ കൺവെയർ ബെൽറ്റിലും ടേബിളിലൊക്കെ വെച്ചിട്ട് അതൊക്കെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് വരിക. ഇപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ബാഗേജ് ചെക്കിങ്ങും എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ആവുന്നത്. ഗോവയിൽ എയർപോർട്ടിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മറ്റെന്താ പറയുക, എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് ലിക്കർ കാര്യങ്ങളൊക്കെ സൗകര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വിമാനം കണ്ടപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ഇത് നമുക്ക് പോകേണ്ട വിമാനമല്ല, ഇത് എയർ ഏഷ്യൻ്റെ വിമാനമാണ് വേറെ അങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ നമുക്കുള്ളത് 23 ഗേറ്റിലാണ് വരുന്നത്. നമ്മുടെ ബോർഡിംഗ് പാസിൽ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ, അതേപോലെ കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം ഉണ്ടാവും ഏത് ഗേറ്റിലാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മുടെ ടൈം ആവുന്ന സമയത്ത് ഒരു ബസ്സിൽ കയറിയിട്ടാണ് റൺവേന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. ഞാനും ആ ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഈവൻ ആരുമില്ല, നമുക്കിവിടെ നമ്മുടെ പാക്കേജ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ലക്ഷദ്വീപിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും ആരുമില്ല. നമ്മൾ തനിച്ച് തന്നെയാണ് എയർപോർട്ട് വരെ വന്നത്. എയർപോർട്ടിലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്, നമ്മളെ ബാഗേജ് കാര്യങ്ങൾ, ബോർഡിംഗ് പാസ്സും ഒക്കെ കഴിഞ്ഞ് ഈവൻ ഫ്ലൈറ്റിൽ എൻ്റർ ചെയ്ത് നമ്മളവിടെ ലാൻഡ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തനിച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തി. ഫ്ലൈ 91 എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റിലാട്ടോ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ചെറിയ എയർലൈൻ കമ്പനിയാണ് കേട്ടോ, അത്ര വലിയ ഇതല്ല. ഒരു 75-80 ആൾക്കാരുടെ ഉള്ളിലാണ് ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്ന ആൾക്കാരുടെ. കാരണം അഗട്ടി എയർപോർട്ട് എല്ലാവർക്കും അറിയാമല്ലോ, വളരെ കുഞ്ഞ് എയർപോർട്ടാണ്. ഇവിടുത്തെ അത്രയും ഫെസിലിറ്റീസ് പോലും ലക്ഷദ്വീപിലെ എയർപോർട്ടിൽ ഉണ്ടാവില്ല, അത്ര ചെറിയൊരു എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി അവിടേക്ക് പോവുകയാണ്. പിന്നെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. നമ്മളൊരു എന്താ പറയുക, സീറ്റ് കാര്യങ്ങളൊക്കെ അവർ എയർ ഹോസ്റ്റസ് നമുക്ക് കാണിച്ചു തരും. അത് നമുക്ക് ലഗേജ് നമ്മളെ ഹാൻഡ് ബാഗ് വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ട് നമുക്ക് ബെൽറ്റ് ടക്കിൻ ചെയ്യാനുള്ളത്, അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരങ്ങനെ നോക്കും. പിന്നെ അവരൊരു സേഫ്റ്റി ഡെമോ കാര്യങ്ങൾ ഉണ്ടാവുന്നു, അതുപോലെ സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ കാര്യം ചാർട്ട് അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇവർ നമുക്ക് ഡെമോ തരും. നമ്മൾ വെള്ളത്തിൽ വീണാലോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ എയർ ഹോസ്റ്റസിൻ്റെ ഒരു കറക്റ്റ് ഗൈഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് എന്താ പാടുണ്ടോയെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല.
അപ്പോൾ നോർമലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ ഫസ്റ്റ് ഫ്ലൈ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. എൻ്റെ ഒരു കൺസെപ്റ്റുകളിൽ എനിക്ക് അങ്ങനെ വലിയ ഹൈപ്പൊന്നും കൊടുക്കാൻ തോന്നിയിട്ടില്ല, അറിയില്ല അങ്ങനത്തെ വേറെ ഒന്നും തോന്നിയില്ല. നമുക്ക് ചിലവർ പറയും നമുക്ക് ഹൈറ്റ് കൂടുമ്പോൾ പ്രഷറിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നു. സംഭവം ഇത് ഇളകുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു വളവും ചെരിവൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും വേറെ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. നമുക്ക് ആകെ 2 ഹവേഴ്സിൻ്റെ ഉള്ളിലെ ഫ്ലൈ വന്നിട്ടുള്ളൂ. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഇതേമാതിരി വിൻഡിൻ്റെ അതും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മേഘത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകും. അത് നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, നമ്മൾ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഡോൾഫിനൊക്കെ കാണാൻ പറ്റി കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ലക്ഷദ്വീപിൽ എത്തിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയതുണ്ടല്ലേ. നമ്മളിനിയിപ്പം പുറത്തേക്ക് ഇറങ്ങണം. ഇനി മുതൽ നമ്മൾ പുതിയൊരു നാട്ടിലാണ്. 4 ദിവസം നമ്മളിവിടെ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ്, അടിപൊളിയാക്കല്ലേ? നമ്മൾ ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ കാല് കുത്തി ഓരോരുത്തർ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണാം. ഹിന്ദിക്കാരാണ് കേട്ടോ, അവരൊക്കെ റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരും കുറേ ആൾക്കാർ, നമ്മളൊരു ഇതിൽ വന്ന ഒത്തിരി ആൾക്കാർ ഇതിന്ന് ഫ്ലൈറ്റിൻ്റെ അകത്തുനിന്നും അതുപോലെ എയർപോർട്ടിൽ നിന്നൊക്കെ പരിചയപ്പെട്ട ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ വന്നിറങ്ങിയിട്ടുള്ള ഫ്ലൈറ്റ്. ഫ്ലൈ 91 ആണ് ഈ ഫ്ലൈറ്റ് എയർലൈൻസ് ചെയ്യുന്നത്. ഇവരിപ്പോൾ എറണാകുളത്തുനിന്ന് ഡയറക്റ്റ് അകറ്റി ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയ എയർലൈൻസ് കമ്പനിയാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ലക്ഷദ്വീപിലെ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് എയർപോർട്ടാണ്. നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇപ്പോൾ ഗോവയിലോ ഒക്കെ കാലിക്കറ്റോ കൊച്ചിയോ ഒക്കെ പോലെ അത്ര വലിയൊരു സെറ്റപ്പുള്ള എയർപോർട്ട് കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഒരു ട്രോളിയിലാണ് നമ്മളിത് കൊണ്ടുവരിക. നമ്മൾ ഹാൻഡ് ബാഗ് അല്ല, നമ്മൾ എല്ലാതെ ബാഗേജ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലഗേജ് കാര്യങ്ങളൊക്കെ അവരുടെ അതിലാണ് വരിക. പിന്നെ നമ്മൾ റൺവേയിൽ നിന്ന് ഇവിടേക്ക് നേരത്തെ ഗോവയിലുള്ള പോലെ ബസ് കാര്യങ്ങളൊന്നുമില്ല, കുഞ്ഞു ദൂരമേ ഉള്ളൂ. നമ്മൾ റൺവേയിൽ നിന്ന് എയർപോർട്ടിലേക്ക് നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ. കുഞ്ഞ് എയർപോർട്ട് എന്ന് തന്നെ പറയാൻ പറ്റില്ല, റൺവേ വലിപ്പമുള്ളതുകൊണ്ട് മാത്രം അത്രയും സ്പേസ് ഇവിടെ ഉണ്ടെന്നുള്ളൂ. ഭാവിയിൽ ഇത് എക്സ്പാൻഡ് ആവുമായിരിക്കും കേട്ടോ. ടൂറിസം വികസിക്കുന്നതിനനുസരിച്ചിട്ട് ഇനിയും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരും. അപ്പം നമ്മുടെ ടീംമേറ്റ്സിനെയൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് പരിചയപ്പെട്ടത്. നമ്മളെ ഗ്രൂപ്പിലൊരു 10 പേരുണ്ടായിരുന്നു. 2 ഹിന്ദി കപ്പിൾസാണ്, പിന്നെ ഞങ്ങളും കുറച്ച് പേരൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ യാത്രയൊക്കെ നല്ല അടിപൊളിയായി നമ്മൾ ലക്ഷദ്വീപിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ അറൈവൽ ഏരിയ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുഞ്ഞു കാര്യങ്ങളോട് ചെയ്ത് തീർക്കാനുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ പെർമിറ്റ് കാര്യങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പോലീസ് ക്ലിയറൻസ്, പെർമിറ്റ്, അങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ കാണിച്ചു കൊടുക്കണം. അപ്പം നമ്മളത് എയർപോർട്ടിൻ്റെ അതൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ ബോർഡിംഗ് പാസിൽ സീൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മുതലാണ് നമ്മളുടെ ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ലഗേജ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും, അതൊക്കെ നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്യുക. എന്നിട്ട് നേരെ നമുക്ക് എക്സിറ്റ് വഴി ഇറങ്ങാൻ പറ്റും. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ പുറത്തെ എയർപോർട്ടിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ എല്ലാ ട്രാവൽസുകാരും പാക്കേജുള്ള ടൂറിസംകാരൊക്കെ അവരുടെ ഗസ്റ്റിനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൾ ഇവിടെ എത്തി. നമുക്കിവിടെ ഷെരീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു നമ്മുടെ ഗൈഡായിട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ കയറി ഇനിയിപ്പോൾ ആളുടെ കൂടെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലൊക്കെയാണ്. അപ്പോൾ ഇനിയുള്ളൊരു 4 ദിവസം നമ്മൾ ലക്ഷദ്വീപിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ഇവിടെ ചെയ്യാനുള്ള പ്ലാനിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതായിരുന്നു കേട്ടോ നമ്മുടെ പുള്ളി. ഇവിടുത്തെ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നത് പുള്ളിയായിരുന്നു. അപ്പോൾ നമ്മളിതാ ലക്ഷദ്വീപിൻ്റെ മണ്ണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്താ അറിയില്ല, കാരണം ഇതൊക്കെ ഓരോ വീട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നാട്ടിലേക്കും ലോക്കൽ ഏരിയകളിലേക്കൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരാം കേട്ടോ. ഇവിടെ എല്ലാ തെങ്ങുകൾക്കും ഇതേപോലെ കളർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇവിടുത്തെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ഓരോരോ ഇതാണെന്നുള്ളത്. ഇവിടെ കേന്ദ്രഭരണ പ്രദേശമാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ലക്ഷദ്വീപ് അറിയാമല്ലോ, ഒരു നമ്മൾ അനാർക്കലി സിനിമ കാര്യങ്ങളൊക്കെ ഉണ്ടുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്ക് ലക്ഷദ്വീപിനെ കുറച്ചൊക്കെ ഐഡിയ ഉണ്ടാവും. പക്ഷെ എല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അത്രയും അടിപൊളിയാണ്, അത്രയും പ്യൂറസ്റ്റ് ആൾക്കാരാണ്. നല്ല ഭക്ഷണം, നല്ല ബീച്ച് ഏരിയ, നമുക്കതുപോലെ നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ വെക്കേഷൻ നല്ല പീസ്ഫുൾ ആയിരിക്കും. ഇവിടെ ആകെ എയർടെലിനും അതുപോലെ തന്നെ VI BSNL ഇത്ര കമ്പനികൾക്ക് മാത്രമേ നെറ്റ്വർക്ക് ഉള്ളൂ. അതുപോലെ തന്നെ അതൊന്നും കാര്യം വിളിച്ചാൽ കിട്ടണമെങ്കിലും നെറ്റ് വൈഫൈ കാര്യങ്ങളൊക്കെ ഈ ഒരു സിം കാർഡുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതാണ് കേട്ടോ അഗട്ടിയിലെ സ്കൂള്. ഇവിടെ മൊത്തം 3-4 സ്കൂളാണുള്ളത്. 7ാം ക്ലാസ് 8, 9, 10 വരെ 12 വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 12ന് ശേഷം കുട്ടികളൊക്കെ പുറത്തേക്ക് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോയിട്ടാണ് പഠിക്കുന്നത്. സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് 12 വരെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, അതുപോലെ പോലീസ് സ്റ്റേഷൻ, കളക്ട്രേറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡേ ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ വന്നു, നല്ല ചായയൊക്കെ കുടിച്ചു. അപ്പം നാളെ മുതൽ നമ്മൾ അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ ഫുഡ് മാത്രം, അതെന്ന് വെച്ചാൽ ഇന്ന് ഫുള്ള് ടയർഡ് ആയതുകൊണ്ട് വേറെ വീഡിയോ കാര്യങ്ങൾ എടുത്തില്ല. നമ്മൾ വന്ന ദിവസം നമ്മളുടെ ഉച്ചക്കത്തെ ഫുഡായിരുന്നു. മീനാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ. ചൂരയാണ്, നമ്മുടെ ടൂണ ഫിഷ് എന്ന് പറയുന്നത്. ചൂരയുടെ അച്ചാർ, അതുപോലെ തന്നെ പൊരിച്ച മീൻ, അതുപോലെ തന്നെ കറി, പിന്നെ അതുപോലെ പരിപ്പ് കറി, പപ്പടം. നല്ല അടിപൊളി ഊണൊക്കെ കഴിച്ച് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പം നാളെ കാണാം. ടാറ്റാ.